വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം നടന്നു 1.5 വർഷം പിന്നിടുമ്പോഴും പുനരധിവാസ പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെട്ട ദുരിതബാധിതർ പ്രത്യക്ഷ സമരത്തിലേക്ക്. ഉറ്റവരെ നഷ്ടപ്പെട്ടവർ പോലും പട്ടികയ്ക്ക് പുറത്തായതോടെ വയനാട് കളക്ടറേറ്റിന് മുൻപിൽ കടുത്ത പ്രതിഷേധമാണ് അരങ്ങേറിയത്. കടം എഴുതുന്ന ഉൾപ്പെടെയുള്ളവർ ആനുകൂല്യങ്ങളിൽ നിന്നും തഴയപ്പെട്ട ഇവർ ടൗൺഷിപ്പിന് മുന്നിൽ കുടിൽ കെട്ടി സമരം ചെയ്യാനാണ് തീരുമാനിക്കുന്നത്. എൻ്റെ ആങ്ങളെ അതിൽ നഷ്ടപ്പെട്ടു പോയി. 2 വീടും നഷ്ടപ്പെട്ടു പോയി. ഞങ്ങൾക്കൊരു വീട് ഈ ലിസ്റ്റിലൊന്നും വന്നിട്ടില്ല. പെൺമക്കൾ 3 പെൺമക്കളാണ്. അവരെ കല്യാണം കഴിച്ചു കൊടുത്തതുകൊണ്ട് അത് തരാൻ പറ്റില്ല. ഞാൻ ഈ കളക്ടറേറ്റിൽ പല പ്രാവശ്യം കയറി ഇറങ്ങി. ഷോഡമിൻ്റെ ഭാഗത്തുനിന്ന് തരാൻ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു. ഞങ്ങൾ എങ്ങോട്ട് പോവുക? എനിക്കും എൻ്റെ കുടുംബത്തിൽ നിന്ന് 11 പേര് നഷ്ടപ്പെട്ടതാണ്. മകനടക്കം നഷ്ടപ്പെട്ടതാണ്. ഒരുപാട് പ്രാവശ്യം ഇവിടെ കളക്ടറേറ്റിൽ ഞങ്ങൾ കയറി ഇറങ്ങി പരാതി കൊടുത്തിട്ടും അപ്പോൾ അവരൊക്കെ പറയുന്നത് നിങ്ങൾക്ക് മകൻ നഷ്ടപ്പെട്ടാൽ പൈസ കിട്ടിയില്ലേ, അതോടെ കഴിഞ്ഞു, വീടില്ല. റേഷൻ കാർഡ് മാനദണ്ഡമാണെങ്കിൽ ഈ റേഷൻ കാർഡ് മാനദണ്ഡത്തിൽ കൊടുത്ത അതേ മാനദണ്ഡം നമുക്കും കിട്ടണ്ടേ? ഇതേ സ്ഥലത്ത് ഇവരൊക്കെ സ്ഥലമുള്ള ആളുകളാണ്. 4 സെന്റ് 3 സെന്റ് 5 സെന്റ് ഭൂമി ആളുകളാണ്. അവർക്ക് കൊടുത്തിട്ട് നമ്മളെ പുറന്തള്ളിക്കുക. നമ്മളവിടെ പെറ്റു വളർന്ന വീടുകൾ തരാമെന്നും അതുപോലെ തന്നെ അവിടെയുള്ള ദുരിതബാധിതരെ നല്ലപോലെ പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ദുരിതാശ്വാസ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത്. ഗവൺമെന്റ് നല്ല രീതിയിൽ തന്നെ എല്ലാ കാര്യവും ചെയ്തു വരുന്നുണ്ട്. വിവരങ്ങളുമായി അതിന്റെ അകത്ത് ജയരാജ് ബത്തേരി ചേരുന്നു വയനാട്ടിൽ നിന്ന്. ജയരാജ്, വീട് നഷ്ടപ്പെട്ടവർ, ഉറ്റവരെ നഷ്ടപ്പെട്ടവരൊക്കെ ഇപ്പോഴും പെരുവഴിയിലാണ്. അവിടെയാണ് കഴിഞ്ഞ ദിവസം സർക്കാർ കൊട്ടിഘോഷിച്ച് കുറച്ച് ആളുകൾക്ക് വീട് നൽകി. പക്ഷെ അവിടെയും തെരുവിൽ കിടക്കുന്ന അല്ലെങ്കിൽ തെരുവിലിറങ്ങേണ്ടി വന്ന ചില ആളുകളുടെ കണ്ണീര് കാണാതിരിക്കാൻ കഴിയില്ല. അവർ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുന്നു. എന്താണ് അവരുടെ ആവശ്യം? തീർച്ചയായും ടോം, ദുരന്തബാധിതർക്ക് അവിടെ ഒരു ടൗൺഷിപ്പ് നിർമ്മിച്ചെങ്കിലും അതിലേതാണ്ട് 178ഓളം കുടുംബങ്ങൾക്ക് വീട് നൽകി. ഇനിയും 400ഓളം ആളുകളുടെ വീടിന്റെ പണി അവിടെ നടക്കുന്ന ഒരു സമയമാണ്. പക്ഷേ ഈ ദുരന്തബാധിതർ ഏത് രീതിയിലാണ്, ഏത് മാനദണ്ഡത്തിലാണ് ഈ ദുരന്തബാധിതരെ തെരഞ്ഞെടുത്തത് എന്നുള്ളൊരു ചോദ്യവുമായിട്ടാണ് ഈ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവർ ഇന്നലെ കലക്ടറേറ്റിന് മുമ്പിൽ ധർണ നടത്തിയത്. വളരെ ദയനീയമായ ഒരു കാഴ്ച തന്നെയാണ് അവരുടെ ഒരു അവസ്ഥ പറയുമ്പോൾ, അല്ലെങ്കിൽ അത് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഇവരും ഈ ദുരന്തത്തിൽപ്പെട്ടവരാണ്. എന്നാൽ മറ്റുള്ളവരുടെ രീതിയിലുള്ള വലിയ ദുരന്തങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല എന്നൊക്കെയുള്ള രീതിയിലാണ് ഈ പട്ടിക, അല്ലെങ്കിൽ ഈ ഒരു പട്ടിക ഉണ്ടാക്കിയെന്നാണ് അവർ പറയുന്നത്. പക്ഷേ അവർക്കും ഉറ്റവർ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അവരുടെ സ്വത്ത് പോയിട്ടുണ്ട്, അതുപോലെ തന്നെ അവരുടെ കടം എഴുതി തള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് ഈ പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെട്ട അല്ലെങ്കിൽ പട്ടികയിൽ നിന്നും മാറ്റപ്പെട്ട ആളുകൾ ഇപ്പോൾ വലിയ ഒരു സമരവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. നിരവധി ആളുകൾ, സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും അടങ്ങിയ ആളുകളായിരുന്നു ഇന്നലെ ഇവിടെ കളക്ടറേറ്റിന് മുന്നിൽ ധർണയുമായി എത്തിയത്. ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഇവരെയും മറ്റുള്ളവരെ പോലെ തന്നെ ചേർക്കണം. ഇവർക്കും സ്വത്തും ഭൂമിയും എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഏത് രീതിയിലാണ് അല്ലെങ്കിൽ ഏത് മാനദണ്ഡത്തിലാണ് ഇവരെ ഒഴിവാക്കിയതെന്നുള്ള ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. ഇതിൽ തന്നെ ഭർത്താവ് നഷ്ടപ്പെട്ട ആളുകളുണ്ട്, കുട്ടികൾ നഷ്ടപ്പെട്ട ആളുകളുണ്ട്. അപ്പൊ ഇവരുടെയൊക്കെ അവസ്ഥ പറയുമ്പോൾ നിങ്ങൾക്ക്, അല്ലെങ്കിൽ മകനെ നഷ്ടപ്പെട്ട അമ്മയോട് പറഞ്ഞ ഒരു കാര്യം, നിങ്ങൾക്ക് മകനുള്ള പണം കിട്ടിയില്ലേ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ എന്തായാലും ഈ ഒരു വിഭാഗീയത ജനങ്ങളിലെ അല്ലെങ്കിൽ ഈ ദുരന്തബാധിതരിൽ വലിയ ഒരു വേദന തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ അവർ പറയുന്നത് ഈ ഒരു ടൗൺഷിപ്പിന് മുന്നിൽ അവര് വ്യക്തമാണ്. വയനാട്ടിൽ നിന്ന് ജയരാജ് ബത്തേരിയാണ് വിവരങ്ങൾ നൽകിയത്. ഇവരുടെ കണ്ണീരും സർക്കാർ കാണാതെ പോകരുത്. കാരണം പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരുണ്ട്, വലിയ കടബാധ്യതയിൽ ജീവിതം വഴിമുട്ടി നിൽക്കുന്നവരുണ്ട്. ഇവരുടെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഇടപെടാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. ഇടപെടുമെന്ന് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.